ഇന്ന് നവംബർ 15 എല്ലാ വെള്ളിയാഴ്ചകളിൽ ഇതുപോലെ ഇന്നും ഒരുപാട് സിനിമകൾ OTT റിലീസ് ആയിട്ടുണ്ട്. 9 അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. അതിൽ ആദ്യത്തേത് അടിത്തട്ട് എന്ന മലയാളം സിനിമയുടെ അപ്ഡേറ്റ് ആണ്. 2022 തിയേറ്ററുകളിലേക്ക് എത്തിയ സർട്ടിഫിക്കറ്റ് ലഭ്യമായ സിനിമ ഇപ്പോഴത്തെ മനോരമ മാക്സ് OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ആയിരിക്കുകയാണ്. സണ്ണി വെയിൻ, ഷൈൻ ടോം ചാക്കോ തുടങ്ങിയവർ അഭിനയിച്ച സിനിമയ്ക്ക് വെറും 93 മിനിറ്റ് മാത്രമാണ് ദൈർഘ്യം. നിങ്ങൾ ഇതിനോടകം തന്നെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയൂ. ഇന്ന് ദിവസം ജിയോ സിനിമ OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്ത ഏറ്റവും പുതിയ സീരീസ് ആണ് ദി മാജിക് ഓഫ് ഷിരി. ഈ ഹിന്ദി സീരീസ് ഇപ്പോഴത്തെ ഹിന്ദി, തമിഴ്, തെലുഗു, മലയാളം, കന്നഡ, ഭോജ്പുരി, ബംഗാളി, മറാത്തി ഉൾപ്പെടെയുള്ള 8 ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ആയിരിക്കുകയാണ്. ഒരു വിദേശ സീരീസ് കൂടി ആമസോൺ പ്രൈമിലൂടെ റിലീസ് ആയിരിക്കുകയാണ്. ക്രോസ് എന്നാണ് സീരീസിന്റെ പേര്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുഗു, മലയാളം, കന്നഡ ഭാഷകളിൽ സീരീസ് പ്രൈമിൽ ലഭ്യമാണ്. ഒക്ടോബർ 10 തിയേറ്ററുകളിലേക്ക് എത്തി വൻ ഡിസാസ്റ്ററായി മാറിയ കന്നഡ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ ധ്രുവ സർജ നായകനെത്തിയ മാർട്ടിൻ. സിനിമ ഇപ്പോഴത്തെ ആമസോൺ പ്രൈമിലൂടെ റിലീസ് ആയിരിക്കുകയാണ്. ഇന്ത്യക്ക് പുറത്ത് ആമസോൺ പ്രൈമിലൂടെ വിദേശ രാജ്യങ്ങളിലൂടെയാണ് സിനിമ OTT റിലീസ് ആയിരിക്കുന്നത്. റെന്റ് ഓപ്ഷനിൽ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ, പ്രൈമിലൂടെ സിനിമ പാൻ ഇന്ത്യൻ ഭാഷകളിൽ കാണാം. സോണി ലിവിലൂടെ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന സീരീസ് OTT റിലീസ് ആയിരിക്കുകയാണ്. മലയാളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഭാഷകളിൽ ഈ ഹിന്ദി സീരീസ് ലഭ്യമാണ്. ഹിന്ദിയിൽ നിന്ന് തന്നെ പൈറ്റാനി എന്നൊരു സിനിമ കൂടി OTT റിലീസ് ആയിരിക്കുകയാണ്. C5ലൂടെ സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമാണ് ഇന്ന് നവംബർ 15 റിലീസ് ആയിരിക്കുന്നത്. മാനാന സൂപ്പർ ഹീറോ എന്നൊരു തെലുഗു സിനിമ കൂടി ഇന്ന് OTT റിലീസ് ആയിട്ടുണ്ട്. C5ൽ തെലുഗു ഭാഷയിൽ മാത്രം സിനിമ ലഭ്യമാണ്. ആമസോൺ പ്രൈമിന്റെ ഡയറക്റ്റ് OTT റിലീസിനൊരുങ്ങുന്ന ഒരു ഹിന്ദി സിനിമയുടെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. അഗ്നി എന്നാണ് സിനിമയുടെ പേര്. പ്രൈമിലൂടെ ഡിസംബർ 6 സിനിമ OTT റിലീസ് ആകുന്നതാണ്. അമരൻ ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന സിനിമയാണല്ലോ. ഇപ്പോഴത്തെ ശിവകാർത്തികേയന്റെ തമിഴ് സിനിമ മറ്റ് പല തമിഴ് സിനിമകളുടെ ഇതുപോലെ HD പതിപ്പിലേക്കാക്കപ്പെട്ട കൂടുതൽ പ്രേക്ഷകരിലേക്ക് ഇന്നു മുതൽ എത്തപ്പെട്ടിരിക്കുകയാണ്. ഹിന്ദുസ്ഥാൻ എന്ന പൈറസി വെബ്സൈറ്റിലൂടെയാണ് സിനിമ ലീക്കാക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം ചിത്രം ഡിസംബർ മാസം ആദ്യ ആഴ്ച നെറ്റ്ഫ്ലിക്സിലൂടെ പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ആകുന്നതാണ്. 300 കോടി കളക്ഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന അമരന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.